അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കൂന്തൽ നിറയ്ക്കാനാണ്. കൂന്തലെന്ന് വെച്ചാൽ അതായത് കണവയെന്ന് പറയും. ഞങ്ങളിവിടെയൊക്കെ കണവയെന്നാണ് ഇത് പറയുന്നത്. പല സ്ഥലത്തും പല പേര് പറയും. ഇത് ഇന്ന് നിറയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് ഞാൻ കുറച്ച് കണവ എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തലയൊക്കെ മാറ്റി അതിൻ്റെ ചിറകൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു 4 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ്, അതുകൊണ്ട് 4 എണ്ണം എടുത്തത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഞാൻ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ചോപ്പ് ചെയ്തെടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളകും എല്ലാം, വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കണേക്കാളും നല്ല എളുപ്പത്തിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കണക്കാക്കി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാളയും ഇതൊക്കെ ചതച്ച് വെച്ച് എല്ലാം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നല്ല കട്ടി കുറച്ച് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിനാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അരമുറി തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തേങ്ങയുടെ പകുതി അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കണവ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഈ ഫില്ലിങ് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ കണവ എത്ര എടുക്കുന്നു അതനുസരിച്ച് ഈ ഫില്ലിങ് കറക്റ്റാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ടീസ്പൂണാണ്, ടേബിളല്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചിറകും തലയൊക്കെ കൂടെ ചേർത്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ച് അതുകൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫായി കൊടുക്കാം. ഇനി നമുക്ക് കണവയിനകത്ത് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ വെച്ചാൽ മതി. ഇത്രയും നിറച്ചാൽ മതി. ഉണ്ടോ? ഇനി നമുക്കൊരു ടൂപ്പിക്ക് വെച്ചൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. ഒന്നുകൂടെ ഒന്ന് നിറയ്ക്കുന്ന കണക്ക് കൈ കൊണ്ടെടുത്ത് വയ്ക്കുക. അതാണ് നമുക്ക് എളുപ്പം. ചെറിയ കണവയല്ലേ.
ഇതുപോലെ നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാം റെഡിയാക്കി എടുക്കാം. ഇതാ ഫില്ലിങ്ങൊക്കെ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇഡ്ഡലി പാത്രത്തിനകത്ത് വയ്ക്കാം. വെള്ളം തിളച്ചിടയ്ക്കാണ് നമുക്കിതാ ഈ പാത്രത്തിലേക്ക് വയ്ക്കാം. നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാനാണ്. ഞാൻ മൊത്തവും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാം. കണവയൊക്കെ വെന്താ നോക്കാം നമുക്ക്. ഇതാ വെന്തിട്ടുണ്ട്. തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ നല്ല കുറയ്ക്കണം. കുറച്ചതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കണവ അതിലേക്ക് പിറക്കി വയ്ക്കാം. ഒരു വശം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം അടുത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. താമസമില്ല, ഒരു മിനിറ്റ് മതി. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കൂന്തലൊക്കെ റെഡി ആയിട്ടുണ്ട്. കണവ നിറച്ച റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ദാ കട്ട് ചെയ്തതാണ്. ദാ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.